4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വൻസ് അല്പസമയത്തിനുള്ളിൽ ഡൽഹിയിൽ എത്തിച്ചേരുന്നതായിരിക്കും. ജെ.ഡി. വൻസിനോടൊപ്പം ഭാര്യ ഉഷ വൻസും മക്കളായ ഇവാൻ, വിവേക്, മീരാബെൽ എന്നിവരും ഇന്ത്യയിൽ എത്തുന്നുണ്ട്. 9:30 പാലം എയർബേസിലാണ് ജെ.ഡി. വൻസിൻ്റെ വിമാനം ലാൻഡ് ചെയ്തത്. ജെ.ഡി. വൻസിനെയും ഉഷ വൻസിനെയും മക്കളെയും സ്വീകരിക്കുന്നതിനായി കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മുതിർന്ന അംഗം ഈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ജെ.ഡി. വൻസിനോടൊപ്പം പെൻറ്റഗണിലെയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെയും 5 മുതിർന്ന ഉദ്യോഗസ്ഥരും എത്തുന്നുണ്ട്. ഇന്ന് ജെ.ഡി. വൻസ് ഡൽഹിയിൽ അക്ഷർധാം ക്ഷേത്രം സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കുടുംബത്തോടൊപ്പം ഈ മയൂർവിഹാറിന് സമീപത്തുള്ള അക്ഷർധാം ക്ഷേത്രം അദ്ദേഹം സന്ദർശിക്കുന്നതായിരിക്കും. വൈകിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജെ.ഡി. വൻസിനും ഉഷ വൻസിനും കുടുംബത്തിനും അത്താഴ വിരുന്ന് ഒരുക്കുന്നത്. ആ അത്താഴ വിരുന്നിൽ അനുബന്ധിച്ചാണ് മോദിയും അതുപോലെ തന്നെ വൻസും തമ്മിലുള്ള സുപ്രധാനമായ കൂടിക്കാഴ്ചയും ചർച്ചയും നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ നിർണായക ഘട്ടത്തിലായി നിൽക്കുന്നതിനിടയിലാണ് ജെ.ഡി. വൻസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തുന്നതെന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. രാത്രി ഈ അത്താഴ വിരുന്നിന് ശേഷം ഈ ജെ.ഡി. വൻസ് ജയ്പൂരിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ രാംബഗ് കൊട്ടാരത്തിലാണ് ജെ.ഡി. വൻസ് ഇന്ന് രാത്രി താമസിക്കുന്നത്. നാളെ രാജസ്ഥാനിലെ ആംബർ കൊട്ടാരവും അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഈ ഇന്ത്യ അമേരിക്കൻ ബന്ധത്തെ സംബന്ധിച്ച് ജയ്പൂരിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. ആ ചടങ്ങിൽ ഈ ഇന്ത്യ അമേരിക്കൻ ബന്ധത്തെ സംബന്ധിച്ചുള്ള ചില സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ ജെ.ഡി. വൻസ് നടത്തുമെന്നാണ് കരുതുന്നത്. തൊട്ടടുത്ത ദിവസമാണ് ജെ.ഡി. വൻസ് ആഗ്രയിൽ പോകുന്നത്. ആഗ്രയിൽ താജ്മഹൽ സന്ദർശിക്കുന്നതായിരിക്കും. കുടുംബവുമായി അദ്ദേഹം താജ്മഹൽ സന്ദർശിക്കുന്നതായിരിക്കും. അതിനുശേഷം ഈ ആഗ്ര സന്ദർശനത്തിന് ശേഷം വീണ്ടും അതേ ദിവസം തന്നെ ജയ്പൂരിൽ എത്തുന്നതായിരിക്കും. ജയ്പൂരിൽ നിന്നാണ് ജെ.ഡി. വൻസ് തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജെ.ഡി. വൻസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യയിൽ എത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധം എക്കാലത്തെയും ശക്തമായ നിലയിൽ ആണ് ഇപ്പോൾ. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവുമായി വളരെ അടുത്ത ബന്ധമാണ് നരേന്ദ്രമോദിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ജെ.ഡി. വൻസും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. പ്രധാനമന്ത്രിക്കൊപ്പം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരൊക്കെ ഇന്നത്തെ വൈകിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന സുപ്രധാനമായ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നതായിരിക്കും.